ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു സ്ലീവിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഭംഗിയുള്ള ഒരു 5 മിനിറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ഭംഗിയുള്ളൊരു ഡിസൈനാണിത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് വരുന്നത് 18 ഇഞ്ചാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. എനിക്ക് ഫുൾ ലെങ്ത്ത് 20 ഇഞ്ചിൻ്റെയാണ് വേണ്ടത്. അപ്പോൾ ഒരു 3 ഇഞ്ചിൻ്റെ ഒരു സ്ട്രിപ്പ് ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 20യിൽ നിന്നും ഈ 3 ഇഞ്ച് മൈനസ് ചെയ്യുമ്പം കിട്ടുന്നത് 17 ഇഞ്ചാണ്. ആ 17 ഇഞ്ചിൻ്റെ കൂട്ടത്തിൽ നമുക്ക് സ്ലീവിൻ്റെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിന് താഴ്ഭാഗത്ത് 1/2 ഇഞ്ചും മുകൾ ഭാഗത്ത് 1/2 ഇഞ്ചും വേണ്ടിയിട്ട് 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കണം. അങ്ങനെയാണ് 18 ഇഞ്ചിൻ്റെ ഒരു സ്ലീവ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്രയാണോ നിങ്ങളുടെ മെഷർമെൻറ്റ് അതിൽ നിന്നും നമ്മുടെ സ്ട്രിപ്പിൻ്റെ മൈനസ് ചെയ്തിട്ട് കിട്ടുന്നതിൻ്റെ കൂടത്തിൽ 1 ഇഞ്ച് ആഡ് ചെയ്ത് സ്ലീവ് കട്ട് ചെയ്തെടുക്കുക. ഇനി ഞാനിപ്പോൾ ഒരു സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്ത് വരുന്നത് അപ്പോൾ ഡബിൾ ഫോൾഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇടുന്നത്. അതുകൊണ്ട് അതിൻ്റെ ലെങ്ത്ത് 7 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. ഫോൾഡ് ചെയ്തിട്ടതിന് ശേഷം ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 3.5. അപ്പോൾ 3 ഇഞ്ച് നമ്മുടെ സ്ട്രിപ്പിൻ്റെ വിഡ്ത്ത് വേണം. ഒരു 1/2 ഇഞ്ച് സീം അലവൻസിനും കൂടി ചേർത്തിട്ടാണ് 3.5 എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് രണ്ടായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഡബിൾ ഫോൾഡ് ചെയ്ത് ഇടാനായിട്ടാണ് ഇങ്ങനെ എടുത്തത്. ഇനിയിപ്പോൾ ഈ സ്ട്രിപ്പിൻ്റെ ഒരു സൈഡിലായിട്ട് ഞാനൊരു ക്യാൻവാസ് ഷീറ്റ് പേസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ക്യാൻവാസ് ഷീറ്റിൻ്റെ വിഡ്ത്ത് വരുന്നത് 3.5. അതിൻ്റെ ലെങ്ത്ത് വരുന്നത് എത്രയാണോ നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് അതിനനുസരിച്ചിട്ട് വേണം എടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ സെയിം മെഷർമെൻറ്റ്സിൽ എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ സ്ലീവിന് നിന്നും ഒരു 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടാണ് ഇപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിടുക. ഫോൾഡ് ഇട്ടതിന് ശേഷം സ്ലീവിന് ഡിസൈൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോൾഡ് വശം നമ്മുടെ സൈഡിലേക്ക് ഇട്ടിട്ട് ആ കോർണറിൽ നിന്നും 1 ഇഞ്ചിലൊരു മാർക്കിംഗ് ചെയ്തെടുക്കുക. ആ മാർക്കിങ്ങിൽ നമ്മൾ ഇതുപോലെ ഒരു കർവ് ഷേപ്പ് വരച്ചു കൊടുക്കുക. കർവ് ഷേപ്പ് വരച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഫോൾഡ് വശത്തായതുകൊണ്ട് ആ ഫോൾഡ് വശം ഫുൾ അത് കട്ട് ചെയ്തിട്ട് 2 സ്ട്രിപ്പായിട്ട് ഇതെടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് 2 സ്ട്രിപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് 2 ഡബിൾ ഫോൾഡ് ചെയ്തിട്ടത് കൊണ്ട് 2 ക്ലോത്തും ഒരു ക്യാൻവാസ് ഷീറ്റുമാണ് ഇപ്പോൾ ഒരു പീസിലുള്ളത്. അപ്പോൾ ഇത് 3 കൂടി ചേർത്തിട്ട് നമുക്കിതുപോലെ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒന്ന് ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. അപ്പോൾ 2 സ്ട്രിപ്പും ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ട് നമുക്കത് ഒരു സൈഡ് ഫുൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ വേണം ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ യു ഷേപ്പ് വരുന്ന ഈ കോർണേഴ്സ് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് കൊടുക്കുക. അപ്പോൾ ഇത് തിരിച്ചിടുന്നതിന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഇതൊന്ന് തിരിച്ചെടുക്കുക. തിരിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്കിത് സ്ലീവായിട്ട് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് നമ്മൾ സ്ലീവ് എടുക്കുക. സ്ലീവിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. സ്ലീവിൻ്റെ റൈറ്റ് സൈഡിൽ വേണം ഇത് സ്ട്രിപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതിന്. അപ്പോൾ സ്ലീവിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ ഈ സ്ലീവിൻ്റെ യു ഷേപ്പ് വരുന്ന പോർഷൻ പിന്നെ ഒരുപോലെ വരത്തക്ക വിധത്തിൽ വേണം ഇത് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം വീഡിയോ കാണിക്കുന്ന പോലെ ഒന്ന് വയ്ക്കുക. വെച്ചതിന് ശേഷം തിരിച്ച് നമ്മുടെ സ്ലീവിലേക്ക് ഇതൊന്ന് തിരിച്ചിടുക. അതിനുശേഷം ഈ യു ഷേപ്പ് വരുന്ന പോർഷൻ രണ്ടും സെൻട്രലായിട്ട് വരത്തക്ക വിധത്തിൽ ഇതൊന്ന് പിന്നപ്പ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ സെൻറ്റർ പോയിൻ്റ് ഈ യു ഷേപ്പ് വരുന്നത് സെൻട്രൽ നമ്മൾ കട്ട് മാർക്ക് കൊടുത്ത ആ ലൈനിലേക്ക് വെച്ചിട്ട് വേണം കറക്റ്റ് അതിൻ്റെ എൻഡ് വശം ഒരേപോലെ വരത്തക്ക വിധത്തിൽ ഇതുപോലെ പിന്നപ്പ് ചെയ്തിട്ട് 3 ഇഞ്ചിലൊരു മാർക്കിംഗ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സ്ട്രിപ്പിൻ്റെ വിഡ്ത്ത് വരുന്നത് 3 ഇഞ്ചാണ്. അതുകൊണ്ട് 3 ഇഞ്ചിലൊരു മാർക്കിംഗ് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ ആ ലൈനിൽ കൂടി വേണം ഇനിയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിപ്പോൾ 2 കോർണറും ഒരുപോലെ വരത്തക്ക വിധത്തിൽ വേണം നമ്മളൊന്നുകൂടി പിടിച്ചിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ സ്ലീവിൻ്റെ മേളിലേക്കാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി താഴ്ഭാഗത്തേക്ക് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മേൽ കൂടി ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ സ്ലീവിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വരുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ ഒരു 5 മിനിറ്റ്സിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ ഭംഗിയുള്ളൊരു സ്ലീവിൻ്റെ ഡിസൈനാണിത്. അപ്പോൾ സ്ലീവിൽ ഞാനിപ്പോൾ ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് സെൻറ്ററിൽ നിന്ന് ഫോൾഡ് ചെയ്തിടുക. ഫോൾഡ് ചെയ്തിട്ടതിന് ശേഷം നമുക്ക് എക്സ്ട്രാ വരുന്ന ഈ ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം.
അപ്പോൾ ഈ സ്ലീവ് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിന് ഭംഗി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഫാബ്രിക് ബട്ടൺസ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 ഫാബ്രിക് ബട്ടൺസ് സെയിം ഈ സ്ട്രിപ്പിൻ്റെ ഡിസൈനിലുള്ള 3 ബട്ടൺസാണ് വെച്ച് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ബട്ടൺ കൊടുക്കുക, 2 അങ്ങനെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ എളുപ്പത്തിൽ ഒരു 5 മിനിറ്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഭംഗിയുള്ളൊരു സ്ലീവാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.